ഇനി നോക്കാൻ പോകുന്ന അറയാണ്. അപ്പൊ അറയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ വേരിയബിൾ നെയിമിന്റെ അകത്ത് മൾട്ടിപ്പിൾ വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എലമെന്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. എലമെന്റ്സിന്റെ കേസ് വരാൻ നേരത്ത് അല്ലെങ്കിൽ വാല്യൂസിന്റെ കേസ് വരാൻ നേരത്ത് ഡിഫറന്റ് ഡേറ്റ ടൈപ്പുള്ള വാല്യൂസ് നമുക്ക് സിംഗിൾ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സിംഗിൾ വേരിയബിൾ നെയിമിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നമ്മളിപ്പോൾ സാധാരണ എടുക്കുന്നെങ്കിൽ സാധാരണ ഇപ്പൊ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം, ലെറ്റ് എ ഈസ് ഈക്വൽ ടു 0 എന്ന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്താണ് ആദ്യം ചെയ്യുന്നത്? ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്ത് തരും. ആ മെമ്മറിക്ക് എന്ത് പേര് കൊടുക്കും? എ എന്ന് പറഞ്ഞ പേരും കൊടുക്കും. നമ്മൾ വലിയ വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ സ്റ്റോർ ചെയ്യും. ഇതാണ് സാധാരണ ഒരു മെമ്മറി അലോക്കേഷൻ, പ്രോഗ്രാമിൽ മെമ്മറി അലോക്കേഷൻ എന്ന് പറയാം. അപ്പൊ അറേയുടെ കേസ് വരാൻ നേരത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഒരു സിംഗിൾ മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സിംഗിൾ വേരിയബിൾ നെയിമിലോട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കണമെങ്കിൽ ലെറ്റ് ഇതാണ് എന്റെ അറേയുടെ പേര് ARR ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിന്റെ അത് 1 2 3 എന്ന് എഴുതി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരെ കമ്പ്യൂട്ടർ ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്യും, 3 സ്പേസ് ഡിവൈഡ് ചെയ്യും. ആ വാല്യൂനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ ഓരോ പൊസിഷൻ അല്ലെങ്കിൽ ഓരോ സ്പേസിങ്. എന്നിട്ട് എന്ത് ചെയ്യും? അതിനൊരു പേര് കൊടുക്കും, വേരിയബിൾ നെയിം കൊടുക്കും. എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ഇൻഡെക്സ് അനുസരിച്ച് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് പൊസിഷൻ അനുസരിച്ച് ഓരോ വാല്യൂ സ്റ്റോർ ചെയ്യും. ഒരു സിംഗിൾ വേരിയബിൾ നെയിമിന്റെ അകത്ത് നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും? മൾട്ടിപ്പിൾ വാല്യൂസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എലമെന്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് അറേയുടെ മെയിൻ ഹൈലൈറ്റ്. ഒരു സിംഗിൾ വേരിയബിൾ നെയിമിന്റെ അകത്ത് മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ അറേ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം? അപ്പൊ അറേ എങ്ങനെ ഡിക്ലെയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പോലെ ഒന്നില്ലെങ്കിൽ ലെറ്റ് അല്ലെങ്കിൽ വാറ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ്. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ ഒരു പേര് അറേ നെയിം അത് ഇഷ്ടമുള്ള പേരാക്കാം. ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് വാല്യൂ കോമ ഇട്ട് എഴുതി കൊടുക്കും, വാല്യൂസ് കോമ ഇട്ട് എഴുതി കൊടുക്കും. ഇതാണ് അറേയുടെ ഇനിഷ്യലൈസേഷൻ. ഒരു എം ടി അറേ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന വാർ യൂസ് ചെയ്തോ ലെറ്റ് യൂസ് ചെയ്തോ കോൺസ്റ്റന്റ് യൂസ് ചെയ്തോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ലെറ്റ് അറേ നെയിം ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന അറേയുടെ പേര് STU ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ STU എന്ന് പറയുന്നത് ഒരു MD അറേ ആണ്. അറേ ഡിക്ലെയർ ചെയ്യണത് ഒരു MD അറേ ഡിക്ലെയർ ചെയ്യണത് എങ്ങനെയാണ്? ജസ്റ്റ് നമ്മളെ കീവേഡ് ലെറ്റ് അറേ നെയിം ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പണും ക്ലോസും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? MD അറേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് വാല്യൂസ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അറേ നെയിമിന്റെ അകത്ത് ഓരോ വാല്യൂസ് കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. ഇങ്ങനെയാണ് വാല്യൂസ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഒന്ന് MD അറേ ക്രിയേറ്റ് ചെയ്യുന്നതും ഒന്ന് അറയ്ക്കകത്ത് വാല്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ MD അറേ ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ താഴെ വന്നിട്ട് ഇങ്ങനെയാണ്. ഓക്കെ ഓക്കെ. പിന്നെ കമ്പ്യൂട്ടറിൽ ഇത് എങ്ങനെ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു അറേ ക്രിയേറ്റ് ചെയ്ത് പിന്നെ ഒരു അറേ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു അറേ ക്രിയേറ്റ് ചെയ്ത് ലെറ്റ് എ ഈസ് ഈക്വൽ ടു അറയ്ക്കകത്ത് നമ്മൾ ഒരു സ്ട്രിങ് കോമ 2306 അല്ലെങ്കിൽ 1.06. ഓക്കെ, ഇത് 3 ഡാറ്റ ടൈപ്പിലുള്ളതാണ്. ഒന്ന് സ്ട്രിങ്ങിലുള്ളത്, ഒന്ന് നമ്മൾ സാധാരണ നമ്പർ ഇൻറ്റീജർ നമ്പർ, പിന്നെ ഉള്ളത് ഫ്ലോട്ടിംഗ് പോയിന്റ് ഡെസിമൽ നമ്പർ. അപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്സ് ഉള്ള വാല്യൂസ് നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും? ഒരു അറേക്കകത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ റൺ ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? നമ്മൾ കമ്പ്യൂട്ടർ ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യും, അതിന് അതിന്റെ കറസ്പോണ്ടിങ് പേര് അറേ നെയിം കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? വാല്യൂസിനനുസരിച്ച് അതിൻ്റെ അകത്തുള്ള മെമ്മറീനെ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ ഇൻഡെക്സ് പൊസിഷൻ അനുസരിച്ച് വാല്യൂ കൊടുക്കും. ആദ്യത്തെ സ്ട്രിങ്, രണ്ടാമത്തെ നമ്പർ, മൂന്നാമത്തെ 1.06. ഓക്കെ, ഇനി അറേയുടെ കേസ് എടുക്കാൻ നേരത്ത് അറേക്ക് ഇൻഡെക്സ് പൊസിഷൻ ഉണ്ട്. ഓരോ അറേക്കും ഓരോ ഇൻഡെക്സ് പൊസിഷൻ ഉണ്ട്. ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ വാല്യൂ ഇരിക്കുന്ന പൊസിഷനെയാണ് ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അറേയുടെ ഇൻഡെക്സ് പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 തൊട്ടാണ്. 0 1 2. അറേയുടെ സൈസ് എടുക്കാൻ നേരത്ത് 3 ആയിരിക്കും, പക്ഷെ പൊസിഷൻ എടുക്കാൻ നേരത്ത് 0 1 2 1 2 3 മൂന്നാണ് അതിന്റെ സൈസ്. അപ്പൊ അറേക്ക് എന്തുണ്ട്? ഓരോ ഇൻഡെക്സ് പൊസിഷൻ ഉണ്ട്. അപ്പൊ ഇൻഡെക്സ് പൊസിഷനിലാണ് ഓരോ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഇൻഡെക്സ് പൊസിഷനുള്ള വാല്യൂസ് എങ്ങനെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ A0 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വാല്യൂ വരത്തുള്ളൂ? അതിന്റെ അകത്ത് ആ ഒരു ഇൻഡെക്സ് പൊസിഷനകത്ത് എന്ത് വാല്യൂ ആണ് കിടക്കുന്നത് ആ വാല്യൂ ആയിരിക്കും റിട്രീവ് ആയി വരുന്നത്. അത് കണക്ക് A1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ 1ന്റെ അകത്ത് ഏത് വാല്യൂ ആണ് എനിക്ക് കിടക്കുന്നത് അതായിരിക്കും റിട്രീവ് ആയി വരുന്നത്. അത് കണക്ക് A2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏത് വാല്യൂ ആണ് ഇരിക്കുന്നത് അതായിരിക്കും എനിക്ക് റിട്ടേൺ ചെയ്ത് തരണം. ഇനി ഞാൻ A3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു എററേ വരത്തുള്ളൂ. A3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു എററേ വരത്തുള്ളൂ. കാരണം അങ്ങനത്തെ ഒരു ഇൻഡെക്സ് ഇവിടെ ഇല്ല. ഇൻഡെക്സ് ഉണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ ആണ്. അപ്പൊ ഇതാണ് ഇൻഡെക്സ് പൊസിഷൻ എടുക്കുന്നത്. അപ്പൊ അറേ എന്താണെന്ന് നോക്കി, അറയ്ക്കകത്ത് വാല്യൂ കൊടുക്കുന്നത് നോക്കി, MD അറേ എങ്ങനെയാണെന്ന് നോക്കി. ഓക്കെ,
പിന്നെ അറയുടെ കേസ് വരാൻ നേരത്ത് ഒരു പോപ്പുലർ ആയിട്ടുള്ള അറയുടെ കേസ് വരാൻ നേരത്ത് പോപ്പുലർ ആയിട്ടുള്ള രണ്ട് മെത്തേഡാണ് പുഷും അതേ കണക്ക് പോപ്പും. പുഷ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അറയ്ക്കകത്ത് വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നതാണ് പുഷ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അറയിൽ നിന്നും ലാസ്റ്റ് എലമെന്റിനെ എന്ത് ചെയ്യും, റിമൂവ് ചെയ്തിട്ട് അതിനെ റിട്ടേൺ ചെയ്യും. പുഷ് പോപ്പ്. അപ്പൊ അറ എങ്ങനെ ഡിക്ലെയർ ചെയ്യണമെന്ന് നോക്കി, അതിന്റെ അകത്ത് വാല്യൂസ് കൊടുക്കണമെന്ന് നോക്കി, ഇൻഡെക്സ് പൊസിഷൻ എന്താണെന്ന് നോക്കി, പുഷ് എന്ത് പോപ്പ് എന്തെന്ന് നോക്കി. പിന്നുള്ളത് ലെങ്ത് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ അറേ നെയിം ഡോട്ട് ലെങ്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അറയുടെ സൈസ് കിട്ടും. പിന്നെ അവിടെ അറേ ഡിക്ലെയർ ചെയ്യാണ് ലെറ്റ് എ ഈസ് ഈക്വൽ ടു 1 2 3. എന്നിട്ട് ഞാൻ കൺസോൾ ഡോട്ട് ലോഗിന്റെ അകത്ത് എ ഡോട്ട് ലെങ്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, എന്ത് റിട്ടേൺ ആയിട്ട് കിട്ടും, 3 എന്ന് റിട്ടേൺ ചെയ്യും. കാരണം ഈ അറയ്ക്കകത്ത് എത്ര വാല്യൂസ് ആണുള്ളത്, 3 വാല്യൂസ് ആണ്, 1 2 3. ഇപ്പൊ ഈ അറയ്ക്കകത്ത് അല്ലാതെയും കൂടി വാല്യൂസ് ഞാൻ ആഡ് ചെയ്യണം വെച്ചു. ഇപ്പൊ എത്ര വാല്യൂ ഉണ്ട്, ഇപ്പൊ എ ഡോട്ട് ലെങ്ത് എടുക്കുമ്പോൾ എനിക്ക് കിട്ടണം 5 ആയിരിക്കും. 1 2 3 4 5. അപ്പൊ ഇതാണ് ലെങ്ത് പ്രോപ്പർട്ടി. ഇങ്ങനെ ഒരു പാരാന്തസിസും കൂടി ഉണ്ടെങ്കിൽ അതിനെ മെത്തേഡ് എന്നും പറയും. ജസ്റ്റ് അതിന്റെ പേര് മാത്രം ഉണ്ടെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടി എന്നും കൂടിയാണ് പറയുന്നത്. അപ്പൊ പുഷ് എന്ന് പറയുന്ന മെത്തേഡ് അറയ്ക്കകത്ത് വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. പോപ്പ് എന്നുള്ള മെത്തേഡ് അറയിലുള്ള വാല്യൂ റിമൂവ് ചെയ്യാൻ, ലാസ്റ്റ് വാല്യൂ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ലെങ്ത് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി അതിന്റെ സൈസ് ഡിഫൈൻ ചെയ്യണം. അപ്പൊ ഇത് കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അറേ നെയിം ഡോട്ട് പ്രോപ്പർട്ടി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമുക്ക് നേരെ കോഡ് ചെയ്ത് നോക്കാം. ഞാൻ ഒരു അറേ ഡിക്ലെയർ ചെയ്യാണ്, ലെറ്റ് ARR ഈക്വൽ ടു, ഞാൻ ഒരു അറേ ഡിക്ലെയർ ചെയ്യാണ് അമൽ 12 അമല 23. ഒരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അറയ്ക്കകത്ത് എന്ത് ചെയ്യും, 4 വാല്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് അമല്, ഒരു സ്ട്രിംഗ് ആണ്, പിന്നെ ഒരു നമ്പർ, വീണ്ടും സ്ട്രിംഗ്, അടുത്ത നമ്പർ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ അറേനെ ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. അപ്പൊ അതിനുവേണ്ടി കൺസോൾ ഡോട്ട് ലോഗ് അറേ, ആ വേരിയബിൾ നെയിം പാസ് ചെയ്ത് അവിടെ എനിക്ക് ഔട്ട്പുട്ട് വന്ന് ഇതിനകത്ത് 4 ഒബ്ജക്ട്സ് ആണ് ഇരിക്കുന്നത്. അമല് 12, അമല 23. അതിന്റെ ഓരോ ഇൻഡെക്സ് പൊസിഷൻ, 0th പൊസിഷൻ്റെ അകത്ത് അമല്, 1ാമത്തെ പൊസിഷൻ്റെ അകത്ത് 12, 2ാമത്തെ പൊസിഷനകത്ത് അമല, 3ാമത്തെ പൊസിഷനകത്ത് 23. അതിന്റെ ടോട്ടൽ ലെങ്ത് 24. ടോട്ടൽ ലെങ്ത് 4. 4 ഐറ്റംസ് ആണ് ഉള്ളത്. ഇനി നമുക്ക് ഓരോ ഇൻഡെക്സ് പൊസിഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് റിട്ടേൺ ചെയ്യാം. ഇൻഡെക്സ് പൊസിഷനിൽ നിന്ന് അപ്പൊ അതിനെ റിട്ടേൺ ചെയ്യുന്നത് നമുക്ക് കൺസോൾ ലോഗിനകത്ത് റിട്ടേൺ ചെയ്യാം. കൺസോൾ ഡോട്ട് ലോഗ്, എന്നിട്ട് അറേ നെയിം സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് ഞാൻ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അറേക്കകത്ത് ഇരിക്കുന്ന ആദ്യത്തെ വാല്യൂ റിട്ടേൺ ആവും. അതാണ് 0th പൊസിഷൻ ചെയ്യണം. പിന്നെ ഇവിടെ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമതിരിക്കുന്ന എലമെന്റ്, 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമതിരിക്കുന്ന എലമെന്റ്, 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമതിരിക്കുന്ന എലമെന്റ്. ഇപ്പൊ ഇവിടെ 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 1 2 3. ഓക്കെ, ഞാൻ ഇപ്പൊ അറയ്ക്കകത്ത് 4ാമത്തെ ഇൻഡെക്സ് എന്നാണ് വാല്യൂ റിട്രീവ് ചെയ്യാൻ പറയണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് അൺഡിഫൈൻഡ് മാത്രമേ വരത്തുള്ളൂ. കാരണം അങ്ങനത്തെ ഒരു ഇൻഡെക്സ് പൊസിഷൻ അവിടെ ഇല്ല, അതുകൊണ്ടാണ് അൺഡിഫൈൻഡ് ഇത് കാണിച്ചത്. ഇനി വേണമെങ്കിൽ എനിക്ക് ആ ഒരു 3ാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന വാല്യൂവിനെ എനിക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാനും പറ്റും. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ARR of 3 ഈക്വൽ ടു എന്താന്ന് കൊടുക്കുക, ബോയ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും, ആ വാല്യൂ ഒന്ന് മാറി കിട്ടും. 23 സോറി, ARR of 4 അല്ല, ARR of 3. അതെ, ബോയ. ഇപ്പൊ എനിക്ക് അമല മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും പേര് കൊടുക്കണം, എന്ത് ചെയ്യാം, ARR of 2 ഈക്വൽ ടു എനിക്ക് എന്ത് കൊടുക്കാം, അമിത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താവും, അമിത് എന്നാവും. എനിക്ക് ഇവിടെ കയറിയിട്ട് അറേ ഒന്ന് പ്രിന്റ് ചെയ്താൽ മതി. ഇത് ആദ്യത്തെ അറ, ഇത് രണ്ടാമത് മോഡിഫൈ ചെയ്ത അറ. ആദ്യത്തെ അറയിലെ കേസിൽ 2ാമത്തെ പൊസിഷന്റെ വാല്യൂ മാറിയിട്ടില്ല, 3ാമത്തെ പൊസിഷന്റെ വാല്യൂ മാറിയിട്ടില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് ആ 2 പൊസിഷന്റെ വാല്യൂനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് മാറ്റി, എന്നിട്ട് അറേനെ പ്രിന്റ് ചെയ്യാൻ വന്നു. അപ്പൊ 2ാമത്തെ 3ാമത്തെ പൊസിഷനിലെ വാല്യൂ മാറി. ഇപ്പൊ ഇതാണ് ഇൻഡെക്സ് പൊസിഷൻ വെച്ച് ഡാറ്റ റിട്രീവ് ചെയ്യണം. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറയ്ക്കകത്ത് വാല്യൂ ആഡ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് വേണം ഈ അറയ്ക്കകത്ത് അടുത്തൊരു വാല്യൂ ആഡ് ചെയ്യണം. ഇനി ബോയ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പേര് ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ പറ്റും. അതിന് ആദ്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറേ നെയിം ഡോട്ട് പുഷ് മെത്തേഡ് യൂസ് ചെയ്ത് പറ്റും. ഇതിൻ്റെ അകത്ത് ഞാൻ ഇപ്പൊ RTX എന്ന് കൊടുത്തു കഴിഞ്ഞാൽ
ആർട്ടിക്സ് കൊടുത്തു. ഞാൻ ഇനി അതിനെ കൺസോളും കൂടി ചെയ്യാം, ഒരു ഡിസ്പ്ലേയും കൂടി ചെയ്ത് തരാം. പിന്നെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് അതെ അമല് 12 അമിത് ബോയ RTX. അപ്പൊ എനിക്ക് ഇനി പുതിയ വാല്യൂ കൂടി ആഡ് ചെയ്യണമെങ്കിൽ array9 ഡോട്ട് പുഷ് മെത്തേഡ്. അതിൻ്റെ അകത്ത് അവിടെ GTX എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതെ GTX ആകാം. അപ്പോൾ ഒരു മെത്തേഡിൽ തന്നെ, ഒരു പുഷ് മെത്തേഡിൽ തന്നെ മൾട്ടിപ്പിൾ വാല്യൂസ് ആഡ് ചെയ്യാൻ പറ്റും. XYZ ഇനി വേണമെങ്കിൽ നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ നമ്പർ ആഡ് ചെയ്യാം. ഇപ്പൊ പുഷ് മെത്തേഡ് എങ്ങനെയാണ് വർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അറേയുടെ എൻഡിൽ പോയാണ് ഓരോ വാല്യൂസ് ഇൻസേർട്ട് ചെയ്ത് പോകുന്നത്. അറേയുടെ എൻഡിൽ പോയാണ് ഓരോ വാല്യൂസ് ഇൻസേർട്ട് ചെയ്ത് പോകുന്നത്. അതാണ് പുഷ് മെത്തേഡ്. ഇനി അടുത്തുള്ളതാണ് പോപ്പ് മെത്തേഡ്. പോപ്പ് മെത്തേഡ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് എലമെന്റിനെ എന്ത് ചെയ്യും, റിമൂവ് ചെയ്ത് കളയും. പോപ്പ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് എലമെന്റിനെ റിമൂവ് ചെയ്ത് കളയുന്നതാണ് പോപ്പ് മെത്തേഡ്. ഇവിടെ ഞാൻ ARR പോപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താവും, ലാസ്റ്റ് എലമെന്റ് റിമൂവ് ആയി പോകും. അറേന്ന് ഒന്ന് ഡിസ്പ്ലേ ചെയ്യാം. 12 റിമൂവ് ആയി പോയി. ഞാൻ ഒന്നും കൂടി പോപ്പ് ചെയ്യാണ്, ARR.പോപ്പ് ഒന്നും കൂടി ചെയ്യണമെങ്കിൽ വീണ്ടും XY കൂടി പോകും. കാരണം ഇവിടെ ARR പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു, ഇതാണ് ആദ്യത്തേല്. പിന്നെ വരാൻ നേരത്തെ പറയാണ് ആ അറയിൽ നിന്ന് ലാസ്റ്റ് എലമെന്റ് ഒന്നും കൂടി പോപ്പ് ചെയ്ത് കളയാൻ പറയും. അപ്പൊ എന്ത് പറയും, 12 ഡിലീറ്റ് ആയിപ്പോയി. എന്നിട്ട് താഴെ വീണ്ടും എഴുതുകയാണ് ARR. ആ അറയിൽ നിന്ന് എന്ത് ചെയ്യണം, വീണ്ടും ഒരു എലമെന്റിന്റെ ലാസ്റ്റ് എലമെന്റിനെ എടുത്ത് കളയാം. അപ്പൊ എന്താ XYZ പോകും. അവസാനം കിട്ടുന്ന വാല്യൂ എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യാൻ പറയും. ഓക്കെ, അപ്പൊ ഇതാണ് പുഷ് മെത്തേഡ്, ഇതാണ് പോപ്പ് മെത്തേഡ്. എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഒരു ഐഡിയ എത്തിയല്ലോ. ഇനി നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അതിന്റെ സൈസ് കണ്ടുപിടിക്കാം. അപ്പൊ സൈസ് കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറേ നെയിം ഡോട്ട് ലെങ്ത് എന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്താണ് അതിന്റെ സൈസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ കൺസോളിനകത്ത് അറേ നെയിം ഡോട്ട് ലെങ്ത് എന്ന് കൊടുക്കുമ്പോൾ കണ്ട നമുക്ക് 6 എന്ന് കിട്ടും. നമുക്ക് പഴയ അറേ കൊണ്ട് ക്ലിക്ക് ചെയ്യണമെങ്കിൽ കണ്ട 6 അല്ലെങ്കിൽ 1 2 3 4 5 6. അപ്പൊ ഇങ്ങനെയാണ് അറേയുടെ വാല്യൂസ് അല്ലെങ്കിൽ സൈസ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഇനി അല്ലാതെ കുറച്ച് ബിൽറ്റ് ഇൻ ആയിട്ടുള്ള മെത്തേഡ്സും കൂടി നോക്കാം. ഈ പുഷും പോപ്പും അല്ലാതെ കുറച്ച് മെത്തേഡ്സും കൂടി ഉണ്ട്. അതിലൊന്നാണ് റിവേഴ്സ്. അതിന്റെ പേര് തന്നെ ഉണ്ട്. നമ്മളൊരു അറേ കൊടുക്കുന്നെങ്കിൽ ആ അറേനെ റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്ത് കാണിക്കും. അതാണ് അറേയുടെ റിവേഴ്സ് എന്നുള്ള മെത്തേഡിന്റെ പ്രത്യേകത. ഞാൻ ഒരു അറേ ക്രിയേറ്റ് ചെയ്യാണ്. ലെറ്റ് A is equal to 4 4 1 3 2 ഇങ്ങനെ ഒരു അറേ കൊടുക്കുകയാണ്. ഈ അറേനെ എന്ത് ചെയ്യണം, എനിക്ക് റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്യണം. റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, കൺസോളിനകത്ത് അറേ നെയിം ഡോട്ട് റിവേഴ്സ് മെത്തേഡ് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ആയി വരും. കണ്ട ഇവിടെ 4 1 3 2 ഔട്ട്പുട്ട് കിട്ടിയ എങ്ങനെയാണ് 2 3 1 4 നേരെ തലയിടിച്ചാണ് കിട്ടിയത്. അപ്പൊ റിവേഴ്സ് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവേഴ്സ് ഓർഡറിൽ നമുക്ക് അറേനെ പ്രിന്റ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തൊരു മെത്തേഡാണ് സോർട്ട് മെത്തേഡ്. സോർട്ട് മെത്തേഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഡറിൽ, അസെൻഡിങ് ഓർഡറിൽ അതിനെന്ത് ചെയ്യും, നമുക്ക് റിട്ടേൺ ചെയ്തത്. നമ്മളൊരു അറേയാണ് പാസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ അറേനെ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്ത് തരും. അതാണ് സോർട്ട് മെത്തേഡിന്റെ പ്രത്യേകത. ഇപ്പൊ ഞാൻ ഇവിടെ കൺസോളിനകത്ത് കൺസോൾ ഡോട്ട് ലോഗിന്റെ അകത്ത് അറേനെ എനിക്ക് സോർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ അറേയുടെ പേര് A.സോർട്ട് മെത്തേഡ് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും, ആ അറേനെ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്ത് തരും. കണ്ടാ ഇവിടെ ഞാൻ 4 1 3 2 എന്നാണ് കൊടുത്തേക്കണം. ഇവിടെ വന്നപ്പോ 1 2 3 4. ഇത് റിവേഴ്സ് മെത്തേഡിന്റെ ഔട്ട്പുട്ട്, ഇത് സോർട്ട് ചെയ്തതിന്റെ ഔട്ട്പുട്ട്. അപ്പൊ സോർട്ട് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറേനെ സോർട്ട് ചെയ്യാൻ പറ്റും. അറേനെ സോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് സോർട്ട് മെത്തേഡ്. അടുത്ത മെത്തേഡാണ് സ്ലൈസ്. സ്ലൈസ് എന്ന് പറയുന്നത് മുറിക്കുക. നമ്മളൊരു അറേനെ മുറിച്ചിട്ട് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് ഫീൽഡിനെ കാണിക്കാനാണ് സ്ലൈസ് യൂസ് ചെയ്യുന്നത്. സ്ലൈസിന്റെ അത് നമുക്ക് ചെയ്ത് നോക്കാം. കൺസോൾ ഡോട്ട് ലോഗിന്റെ അകത്ത് A.സ്ലൈസ് ഇൻഡെക്സ് പൊസിഷൻ വെച്ചിട്ടാണ് നമ്മൾ സ്ലൈസ് ചെയ്യണം. എനിക്ക് 0,1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കാരണം എനിക്ക് 1 എന്നേ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് സോർട്ട് മാറ്റാം. സോർട്ട് കമന്റ് ചെയ്തിട്ട് റിവേഴ്സും കമന്റ് ചെയ്യാം. ചെയ്തിട്ട് സ്ലൈസിന്റെ അകത്ത് 0,2 എന്ന് കൊടുക്കാം. 0,2 എന്നിട്ട് അറേനെ നമുക്കൊന്ന് പ്രിന്റ് ചെയ്യാം. ഒറിജിനൽ അറേനെ ഒന്നും കൂടി പ്രിന്റ് ചെയ്യാം. കൺസോൾ ഡോട്ട് ലോഗ് അറേ. ഇതാണ് നമ്മുടെ മെയിൻ അറേ. എന്നിട്ട് ഞാൻ സ്ലൈസ് എന്ന് പറഞ്ഞ മെത്തേഡ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അറേനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മുറിക്കാൻ പറ്റും. ഒരു ഇൻഡെക്സ് വാല്യൂ കൊടുത്ത് നമുക്ക് അറേനെ മുറിക്കാൻ പറ്റും. അതാണ് സ്ലൈസിന്റെ പ്രത്യേകത. ഇവിടെ ഞാൻ 0,2 എന്നാണ് കൊടുത്തത്. 0,2 എന്ന് കൊടുത്തപ്പോ എനിക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടി, 4,1 എന്നേ കിട്ടിയിട്ടുള്ളൂ. 3ഉം 2ഉം വന്നില്ല. ഇവിടെ 0,2 എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 0 <2 അങ്ങനെയാണ് അത് എടുക്കുന്നത്. ലോജിക്ക് 0 <2 എന്ന് പറഞ്ഞാൽ എടുക്കണം. 0 <2 ആകുമ്പോൾ ഏതൊക്കെ വാല്യൂ റിട്ടേൺ ആവും, 0th പൊസിഷനിലെ വാല്യൂ റിട്ടേൺ ആവും. അതുപോലെ തന്നെ ഫസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന വാല്യൂ റിട്ടേൺ ആവും.
ഇപ്പൊ ഞാൻ ഇവിടെ 0,3 ആണ് ഇട്ട് കൊടുക്കണമെങ്കിൽ 0 <3 എന്നാണ് രീതി. അപ്പൊ 0 <3 എന്ന് പറയുമ്പോൾ 0 വരാം, 1 വരാം, 2 വരാം. അപ്പൊ 0th പൊസിഷനിൽ ഇരിക്കുന്ന വാല്യൂ വരും, ഫസ്റ്റ് പൊസിഷൻ ചെയ്യുന്ന വാല്യൂ, ഫസ്റ്റ് പ്ലേസ് ചെയ്യുന്ന വാല്യൂ വരും, സെക്കൻഡ് പ്ലേസ് അല്ലെങ്കിൽ സെക്കൻഡ് പ്ലേസ് ഇരിക്കാൻ രണ്ടാമത്തെ പൊസിഷൻ ചെയ്യുന്ന വാല്യൂവും വരും. അപ്പൊ അതാണ് ലോജിക്. സ്ലൈസ് എന്ന് പറയുമ്പോൾ അതിനെ മുറിക്കുക. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഞാൻ ഇപ്പോൾ 1,3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 <3 എന്നാണ് പറഞ്ഞത്. 1 <3 എന്നാണ് പറഞ്ഞത്. 1 <3 വരാൻ നേരത്തെ ഏതൊക്കെ വരും? 1ഉം വരും, 2ഉം വരും. 1ഉം വരും, 2ഉം വരും. 1 വരുന്ന നേരത്ത് 0, 1, 2, 3. അപ്പൊ 1ഉം 2ഉം 1, 3 ആ രണ്ട് വാല്യൂസ് ആണ് റിട്ടേൺ ആവും. അപ്പൊ റിവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ അറേനെ റിവേഴ്സ് ഓർഡറിലോട്ട് റിട്ടേൺ ചെയ്യാൻ വേണ്ടി, സോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അറേനെ അസെൻഡിങ് ഓർഡറിലോട്ട് സോർട്ട് ചെയ്യാൻ വേണ്ടി, സ്ലൈസ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അറേനെ മുറിക്കാം. ഇത്ര ആണെങ്കിൽ കൊച്ചു കൊച്ചു പാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് സ്ലൈസ് ഓപ്പറേറ്ററിന്റെ പ്രത്യേകത. പിന്നുള്ളതെന്ന് വെച്ചാൽ ഷിഫ്റ്റ് സ്ലൈസ് ഓപ്പറേറ്ററിലെ സ്ലൈസ് മെത്തേഡിന്റെ പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റ് മെത്തേഡാണ്. ഷിഫ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോപ്പ് മെത്തേഡിനെ നേരെ തലയിടിച്ചാണ്. പോപ്പ് മെത്തേഡ് എന്താണ് യൂസ് ചെയ്യുന്ന? നമ്മൾ അറയിലിരിക്കുന്ന ലാസ്റ്റ് എലമെന്റിനെ റിമൂവ് ചെയ്തോളാം. അതാണ് പോപ്പ് മെത്തേഡിന്റെ പ്രത്യേകത. പക്ഷേ ഷിഫ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചാണ്. നമ്മൾ അറയ്ക്കകത്തുള്ള ആദ്യത്തെ എലമെന്റിന് എന്ത് ചെയ്ത് തരും? റിമൂവ് ചെയ്തോളാം. പോപ്പ് മെത്തേഡ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറയിലുള്ള ലാസ്റ്റ് എലമെന്റിനെ റിമൂവ് ചെയ്യും. ഷിഫ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അറയിലെ ഫസ്റ്റ് എലമെന്റിനെ റിമൂവ് ചെയ്ത് കളയും. ഓക്കെ, നമുക്ക് ഈ 4നെ റിമൂവ് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാം? കൺസോളിനകത്ത് കൺസോൾ ഡോട്ട് ലോഗ് എ ഡോട്ട് ഷിഫ്റ്റ് കൊടുക്കാം. കണ്ട, 4 റിമൂവ് ചെയ്ത്, അതാണ് റിട്ടേൺ ചെയ്തത്. ഏത് എലമെന്റിനെയാണ് റിമൂവ് ചെയ്യണത് അതിനെ റിട്ടേൺ ചെയ്ത് തരും. നമുക്ക് ഇനി എന്ത് ചെയ്യാം? നമ്മൾ അറേനെ പ്രിന്റ് ചെയ്യാം. കൺസോൾ ഡോട്ട് ലോഗ് എനെ പ്രിന്റ് ചെയ്യാം. അതാണ്ടേ 1, 2, 3 ആദ്യത്തെ എലമെന്റ് പോയി. ഞാൻ ഒന്നും കൂടി ഷിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം അറേ 1, 2, 3, 4ലാണ് കിടക്കണം. അതിൽ ആദ്യത്തെ വാല്യൂ 4 റിമൂവ് ചെയ്ത്, അതാണ് റിട്ടേൺ ചെയ്തത്. വീണ്ടും ഷിഫ്റ്റ് കൊടുക്കാൻ നേരത്ത് പുതിയ അറയിൽ എത്രയാണ് കിടക്കണം? 1, 3, 2 ആണ് കിടക്കണം. അതിലെ ഫസ്റ്റ് എലമെന്റ് 1 ആണ്, അതിനെ റിമൂവ് ചെയ്ത്, അതാണ് റിട്ടേൺ ചെയ്ത് വന്നത്. എന്നിട്ട് എന്ത് ചെയ്യാൻ പറയാം? അറേനെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. അറേനെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ബാക്കിയുള്ള എലമെന്റ് 3ഉം 3ഉം 2ആണ് ബാക്കിയുള്ള എലമെന്റ്. ഓക്കെ, അതാണ് ഷിഫ്റ്റ് മെത്തേഡിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി അടുത്ത മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഷിഫ്റ്റ് മെത്തേഡാണ്. അൺഷിഫ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുഷിന്റെ വർക്കിംഗ് പോലെയാണ്. പുഷ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറയ്ക്കകത്ത് വാല്യൂ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അൺഷിഫ്റ്റിന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യുന്ന എലമെന്റ്സ് എപ്പോഴും തുടക്കത്തിലായിരിക്കും. ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ റിമൂവ് ചെയ്യുന്ന എലമെന്റ് ഫസ്റ്റ് എലമെന്റ് ആയിരിക്കും. അതേപോലെ അൺഷിഫ്റ്റിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യുന്ന എലമെന്റ്സ് എല്ലാം ഫസ്റ്റ് ബിഗിനിങ് ആയിരിക്കും. അറേയുടെ ബിഗിനിങ്ങിലായിരിക്കും ആഡ് ചെയ്യുന്ന എലമെന്റ്സ്. എനിക്ക് വേണമെങ്കിൽ ഒരു പുതിയൊരു എലമെന്റ് ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ അറേ ഡോട്ട് അൺഷിഫ്റ്റ് ഞാൻ ഇവിടെ 10 ആഡ് ചെയ്ത്, എന്നിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? ഞാൻ അറേനെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. കൺസോളിനകത്ത് അറേനെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. അതെ, 10, 4, 1, 2, 1, 3, 2. അപ്പൊ അൺഷിഫ്റ്റ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അറേയുടെ തുടക്കത്തിൽ വാല്യൂ ആഡ് ചെയ്യാനാണ് അൺഷിഫ്റ്റ് യൂസ് ചെയ്യണം. ഞാൻ വീണ്ടും അൺഷിഫ്റ്റിന്റെ അകത്ത് 20 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും നടക്കണം? ആദ്യം 10 തുടക്കത്തിൽ ആഡ് ചെയ്യും, എന്നിട്ട് ആ പുതിയ അറയ്ക്കകത്ത് എന്ത് ചെയ്യും? വീണ്ടും 20 തുടക്കത്തിൽ ആഡ് ചെയ്യും. അപ്പൊ 20, 10, 4, 1, 3, 2 നമുക്ക് കിട്ടും. അപ്പൊ ഇതാണ് അൺഷിഫ്റ്റ്. നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും? തുടക്കത്തിൽ ആഡ് ചെയ്യാൻ പറ്റും. ഈ ഇപ്പൊ പുഷ് മെത്തേഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനമാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പുഷ് 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് അവസാനം ഈ 2 കഴിഞ്ഞിട്ടായിരിക്കും 10 വരുന്നത്, 10 ഇൻസേർട്ട് ആവുന്നത്. ഓക്കെ, ഇനി അടുത്തുള്ളത് കോൺകാറ്റിനേറ്റ് മെത്തേഡാണ്. കോൺകാറ്റിനേറ്റ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് അറേനെയും കൂടി കമ്പൈൻ ചെയ്തെടുക്കുക, ഒത്തൊരുമിച്ച് വയ്ക്കുക, കോൺകാറ്റിനേറ്റ് ചെയ്യുക. അപ്പൊ അതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് അറേ ക്രിയേറ്റ് ചെയ്യാം. ലെറ്റ് ബി ഈക്വൽ ടു അതിനകത്ത് അമല 2 ടൈം കൊടുത്ത്, എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇത് രണ്ടിനെ കോൺകാറ്റിനേറ്റ് ചെയ്യാം, ഒന്നാക്കാൻ വേണ്ടി കൺസോളിനകത്ത് എ ഡോട്ട് കോൺകാറ്റ് പാരാന്തസിസിനകത്ത് ഏത് അറയായിട്ടാണ് കോൺകാറ്റ് ചെയ്യുന്നത് ആ അറയുടെ നെയിം പാസ് ചെയ്ത് കൊടുക്കുക. എനിക്ക് എയിലോട്ട് ബിനെയാണ് കോൺകാറ്റ് ചെയ്യണം. അപ്പൊ എ ഡോട്ട് കോൺകാറ്റ് ബി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഇത് എ എന്ന് പറഞ്ഞ അറേ, ആ അറയുടെ കൂടെ ആഡ് ചെയ്ത് ബി എന്ന് പറഞ്ഞ അറയും കൂടി ആഡ് ചെയ്ത്, ഇനി തിരിച്ചാണ് എനിക്ക് ചെയ്യുകയാണെങ്കിൽ ബി ഡോട്ട് കോൺകാറ്റിനേറ്റ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വരും. ബി എന്ന അറയ്ക്കകത്ത് ഏത് അറേ ആഡ് ചെയ്ത് വെക്കണം? ഒത്ത് ചേർത്ത് വെക്കണം. എ എന്ന് പറഞ്ഞ അറേനെ ഒത്ത് ചേർത്ത് വെക്കണം. അപ്പൊ ഇത്രയാണ് അറേയിലെ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അറേനെ ലൂപ്പ് യൂസ് ചെയ്ത് പ്രിന്റ് ചെയ്ത് കാണിക്കാം. നമുക്ക് അറേനെ ലൂപ്പ് യൂസ് ചെയ്ത് എങ്ങനെ പ്രിന്റ് ചെയ്ത് കാണിക്കാം അതാണ് പറയാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം.
ലെറ്റ് ഐ എന്നുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഐ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സ് പൊസിഷൻ ആയിട്ട് എടുത്താൽ മതി. ഐ എന്ന് പറയുന്നത് ഇൻഡെക്സ് പൊസിഷൻ ആയിട്ട് കൊടുത്താൽ മതി. ഒരു അറേയുടെ ഇൻഡെക്സ് പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യണപ്പോഴും 0 നിന്നാണ്. അപ്പൊ 0 0 സെമികോളൻ എന്നിട്ട് ഒരു കണ്ടീഷൻ എഴുതി കൊടുക്കാം. കണ്ടീഷൻ എങ്ങനെയാണ് പോകാനുള്ള? അറേയുടെ എല്ലാ എലമെന്റ്സിനെയും വിസിറ്റ് ചെയ്യണം. എല്ലാ എലമെന്റ്സിനെയും വിസിറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ കൊടുക്കാം. ഐ ലെസ് ദാൻ അറേ ഡോട്ട് ലെങ്ത്. അറേ ഡോട്ട് ലെങ്ത് എന്ന് പറയുമ്പോൾ അറേയുടെ സൈസ്. അപ്പൊ ഐ ലെസ് ദാൻ അറേ ഡോട്ട് ലെങ്ത് എന്ന് വെച്ചാൽ ഐ ലെസ് ദാൻ സൈസ്, അറേയുടെ സൈസ്. ഇവിടുത്തെ അറേ സൈസ് എത്രയായിരിക്കും? 3. അപ്പൊ 3. ഇപ്പൊ 0 ടു സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ 0 ലെസ് ദാൻ 3, 1 ലെസ് ദാൻ 3, 2 ലെസ് ദാൻ 3. 3 ലെസ് ദാൻ 3 ആകുമ്പോൾ കണ്ടീഷൻ തെറ്റും. അപ്പൊ ഇവിടുത്തെ ഇൻഡെക്സ് പൊസിഷൻ എങ്ങനെയാണ്? 0 1 2. അപ്പൊ 2 വരെ ഓടും. അപ്പൊ ഈ ഒരു കണ്ടീഷൻ മതി. ഇനി നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? ഐനെ ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കാം. ഐ പ്ലസ് പ്ലസ്. ഓക്കെ. ഇനി നമുക്ക് അറേനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൺസോൾ ഡോട്ട് ലോഗ് നമ്മൾ ഇൻഡെക്സ് പൊസിഷൻ വെച്ചാണ് പ്രിന്റ് ചെയ്യണം. ഇപ്പൊ ഇൻഡെക്സ് പൊസിഷൻ എടുക്കണം എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ട്. അറേ നെയിം സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് ഇൻഡെക്സ് പൊസിഷൻ. അപ്പൊ അറേ നെയിം സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 0th പൊസിഷനിലെ വാല്യൂ വരും. രണ്ടാമത്തെ പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ പൊസിഷന്റെ വാല്യൂ വരും. മൂന്നാമത്തെ പൊസിഷന്റെ വാല്യൂ എടുത്ത് മൂന്നാമത്തെ പൊസിഷന്റെ ഇൻഡെക്സ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ പൊസിഷന്റെ വാല്യൂ വരും. അപ്പൊ ഇവിടെ നമ്മളെ എന്താണ് ഇരിക്കണത്? എ ഓഫ് സ്ക്വയർ ഉണ്ട്. ഇവിടെ നമുക്ക് 0 1 2. അതിന് പകരം നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം? ഐ എന്ന് കൊടുത്താൽ മതി. ഐ എന്ന് കൊടുക്കാൻ നേരത്ത് ഇത് ലൂപ്പ് ആണ് കറങ്ങും. ഇവിടെ അറേ നെയിം ARR ആണ്. ഓക്കെ, ARR ഓഫ് ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അത് ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ എന്ന് പറയുന്ന നേരത്ത് ഒരു അറേ എടുക്കാൻ നേരത്ത് ഇൻഡെക്സ് പൊസിഷൻ ഉണ്ട് 0 1 2. പിന്നെ ഇവിടെ ARR ഓഫ്, ഇതാണ് അറേ നെയിം. ARR ഓഫ് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തെന്ന് പ്രിന്റ് ആവും? അമൽ എന്ന് പ്രിന്റ് ആവും. അതേ കണക്ക് ARR ഓഫ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 21 പ്രിന്റ് ആവും. അതേ കണക്ക് ARR ഓഫ് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തെന്ന് കിട്ടും? MC എന്ന് കിട്ടും. ഓക്കെ. ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു ഫോർ ലൂപ്പ് കൊടുത്തിട്ടു. അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. ഐ എന്നുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് എന്ത് സെറ്റ് ചെയ്ത് കൊടുക്കും? 0 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് കണ്ടീഷൻ നോക്കും. 0 ലെസ് ദാൻ അറേ ഡോട്ട് ലെങ്ത് ആണ്. അറേ നെയിം ഡോട്ട് ലെങ്ത് ആണ്. അപ്പൊ ലെങ്ത് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എന്താണ് റിട്ടേൺ ചെയ്യണത്? ഈ അറേയുടെ സൈസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഈ അറേ സൈസ് എത്രയാണ്? 1 2 3 3 റിട്ടേൺ ചെയ്യണം. അപ്പൊ ഇവിടെ എന്തൊരു കണ്ടീഷൻ? 0 ലെസ് ദാൻ 3 എന്നൊരു കണ്ടീഷൻ വരും. കണ്ടീഷൻ ശരിയാണ്. 3നേക്കാളും ചെറുതാണ് 0. സോ എന്ത് ചെയ്യും? നേരെ ലൂപ്പിന്റെ അകത്ത് എങ്ങനെയാണ് കിടക്കണം? കൺസോളിനകത്ത് പ്രിന്റ് ചെയ്യാൻ ARR ഓഫ് ഐ എന്നാണ് കിടക്കുക. അറേയോ ഐക്കകത്ത് എത്രയാണ് ഇരിക്കണം? 0. അപ്പൊ ARR ഓഫ് 0 എന്നാണ് പ്രിന്റ് ചെയ്യാൻ പറയുക. ARR ഓഫ് 0 എന്ന് പറയുമ്പോൾ എന്ത് വാല്യൂ വരും? അമൽ എന്നുള്ള വാല്യൂ വരും. അറേയുടെ ആദ്യത്തെ പൊസിഷനിൽ ഇരിക്കണം 0th പൊസിഷന്റെ വാല്യൂനെ റിട്ടേൺ ചെയ്ത് വരും. എന്നിട്ട് എന്ത് ചെയ്യും? ഐനെ ഇൻക്രിമെന്റ് ചെയ്യും. ബോഡി എക്സിക്യൂട്ട് ചെയ്തിട്ട് ഐനെ ഇൻക്രിമെന്റ് ചെയ്യും. ഐക്ക് എത്രയാവും? 1 ആവും. 1 ആയിട്ട് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്തേക്കും. 1 ലെസ് ദാൻ 3 വീണ്ടും ശരിയാണ്. ബോഡിക്കകത്ത് കയറുമ്പോൾ ARR ഓഫ് ഐ ആണ്. ഇപ്പൊ ഐയുടെ വില എത്രയാണ്? 1 ആണ്. ഇപ്പൊ ARR ഓഫ് 1 ഒന്നാമത്തെ പൊസിഷനുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. ഒന്നാമത്തെ ഇരിക്കുന്ന പൊസിഷൻ 23. വീണ്ടും എന്ത് ചെയ്യും? അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യും? അപ്ഡേറ്റ് ചെയ്യും. ഐയുടെ വില എന്ത് ചെയ്യും? 1 വെച്ച് കൂട്ടും. 2 ആയി. ഇനി 2 ലെസ് ദാൻ 3 ആണോ നോക്കും. 2 ലെസ് ദാൻ 3 ശരിയാണ്. ശരിയാകുമ്പോൾ വീണ്ടും ബോഡിക്കകത്ത് കയറിയിട്ട് ARR ഓഫ് ഐ. അതിൻ്റെ അകത്ത് വരുമ്പോൾ ഐനെ നോക്കും. ഐ എത്രയാണ് ഇപ്പൊ ഇരിക്കുന്നത്? ഐയുടെ വില 2. ഇപ്പൊ 2ക്കകത്ത് ഇരിക്കുന്ന വാല്യൂ അറേയുടെ രണ്ടാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന വാല്യൂ MC എന്ന് വരും. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യും? അത് പ്രിന്റ് ചെയ്തിട്ട് വീണ്ടും ഐയുടെ വില 3 പോകും. 3 പോയിട്ട് കണ്ടീഷൻ വീണ്ടും നോക്കും. 3 ലെസ് ദാൻ 3 തെറ്റാകുമ്പോൾ താഴെ വരും. നമുക്ക് എന്ത് വാല്യൂ കിട്ടും? അമല് 23 MC എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ലൂപ്പ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? അറേനെ പ്രിന്റ് ചെയ്യണം. അമല് 23 MC. ഓക്കെ. പിന്നെ ലൂപ്പിൽ തന്നെയാണ് നമ്മൾ ലൂപ്പ് ഓഫ് എന്നും പഠിച്ചിട്ടുണ്ട്. ലൂപ്പ് അല്ല, ഫോർ ഇന്നും പഠിച്ചിട്ടുണ്ട്, ഫോർ ഓഫും പഠിച്ചിട്ടുണ്ട്. ഫോർ ഇന്നും പഠിച്ചിട്ടുണ്ട്, ഫോർ ഓഫും പഠിച്ചിട്ടുണ്ട്. ഫോർ ഓഫ് എന്തിനാണ് യൂസ് ചെയ്യണം? അറേയിലുള്ള വാല്യൂസിനെ ഐട്രേറ്റ് ചെയ്യാണ് ഫോർ ഓഫ് യൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സംഭവത്തിന് നമുക്ക് എന്ത് ചെയ്യാം? ഫോർ ഓഫ് വെച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ്. ഫോർ പരാൻതീസിസിനകത്ത് ലെറ്റ് ഒരു വേരിയബിൾ ഐ ഓഫ് കീവേഡ് യൂസ് ചെയ്യുക. എന്നിട്ട് ഏതെന്നാണ് വാല്യൂ റിട്ടേൺ ചെയ്യാനുള്ള ആ ഒരു അറേ നെയിം പാസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കർലി ബ്രേസ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗിനകത്ത് നമുക്ക് എന്ത് പ്രിന്റ് ചെയ്ത് കൊടുത്താൽ മതി? ഐ മാത്രം പ്രിന്റ് ചെയ്ത് കൊടുത്താൽ മതി. ഐ പ്രിന്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ട അമല് 23 MC. ഇവിടെ ഈ ഐ ആണ് ഓരോ വാല്യൂസ് എടുക്കുന്നത്. ഇപ്പൊ നമുക്ക് ഫോർ ഓഫ് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോർ ലൂപ്പിന്റെ ഈ സെയിം സാധനം അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും ഫോർ ഓഫ് വെച്ചിട്ട്.
എന്റെ വാല്യൂ എടുക്കാൻ വേണ്ടിയാണ് ഓഫ് യൂസ് ചെയ്യണം. അത് എനിക്ക് ഫോർ ഇൻ ഉണ്ട്. ഫോർ ഇന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇൻഡെക്സ് പൊസിഷൻ വെച്ചാണ് വാല്യൂ എടുക്കുന്നത്. അപ്പൊ ഫോർ ഇൻ വെച്ച് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ലെറ്റ് ഐ ഇഷ്ടമുള്ള വേരിയബിൾ ആയിരിക്കാം. ഓഫിന് പകരം ഇവിടെ എന്ത് കൊടുക്കും? ഇന്ന് ഏതെണ്ണാണ് വാല്യൂ എടുക്കാനുള്ള ഈ അറേ നെയിം ARR. എന്നിട്ട് കള്ളി പേസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. എന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗ് ഞാൻ ഇവിടെ ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വാല്യൂസ് വരത്തില്ല. പകരം എന്ത് വരും? അതിന്റെ ഇൻഡെക്സ് പൊസിഷൻ വരും 0 1 2 0 1 2. വാല്യൂസ് അല്ല വരുന്നത്, പകരം എന്തേ വരത്തുള്ളൂ? അതിന്റെ ഇൻഡെക്സ് പൊസിഷൻ മാത്രമേ വരത്തുള്ളൂ 0 1 2. ഇനി എനിക്ക് വാല്യൂസ് ആയിട്ട് വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ARR ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇൻഡെക്സ് പൊസിഷൻ ആയിട്ട് വരും. ഇപ്പൊ ഫോർ ലൂപ്പ് വെച്ച് പ്രിന്റ് ചെയ്യുന്ന 3 രീതിയാണ്. ഒന്ന് സാധാരണ ഫോർ ലൂപ്പ് വെച്ച് കണ്ടീഷൻ വെച്ച് എഴുതുന്നത്. ഒന്ന് ഫോർ ഓഫ് യൂസ് ചെയ്യണത് അറേ എന്ന് വാല്യൂസ് എടുക്കാൻ വേണ്ടിയാണ് ഫോർ ഓഫ് യൂസ് ചെയ്യണത്. പിന്നെ അതുള്ളത് ഫോറിൻ വരാൻ നേരത്ത് വാല്യൂസ് അല്ല ഡയറക്റ്റ് ഫെച്ച് ആവുന്നത്, അതിന്റെ കറസ്പോണ്ടിങ് ഇൻഡെക്സ് പൊസിഷൻ ആയിരിക്കും ഫെച്ച് ആവുന്നത്. കറസ്പോണ്ടിങ് ഇൻഡെക്സ് പൊസിഷൻ ആയിരിക്കും അതിന് ഫെച്ച് ആയി വരുന്നത്. ഓക്കെ. പിന്നെ ഒരു ഐട്രേറ്റീവ് ലൂപ്പും കൂടിയുണ്ട്. ഫോർ ഈച്ച് എന്ന് പറഞ്ഞ ഒരു ഐട്രേറ്റീവ് ലൂപ്പും കൂടിയുണ്ട്. അപ്പൊ അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ARR നമ്മൾ അറേ നെയിം ഡോട്ട് ഫോർ ഈച്ച് ബ്രാക്കറ്റിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫംഗ്ഷൻ എഴുതണം. ഒരു അനോമിനിയസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ അനോമിനിയസ് ഫംഗ്ഷൻ എഴുതണം. എന്നിട്ട് വീണ്ടും പാരാന്തസിസ് ഓപ്പൺ ചെയ്യുക. ഓക്കെ. ഈ ഒരു മോഡൽ എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഫംഗ്ഷന്റെ അകത്ത് ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്ത് കൊടുക്കണം. ഈ ഫംഗ്ഷന്റെ അകത്ത് ഇവിടെ നം എന്നോ ഐ എന്നോ പാസ് ചെയ്ത് ഐ. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? ലോഗ് കൺസോൾ ഡോട്ട് ലോഗ് ഐ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറേയുള്ള വാല്യൂസ് നമുക്ക് ഐട്രേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്തും വാല്യൂസ് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. ഫോർ ഓഫ് യൂസ് ചെയ്ത വാല്യൂസ് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഫോർ ഇന്ന് യൂസ് ചെയ്ത വാല്യൂസ് പ്രിന്റ് ചെയ്തെടുക്കാം. ഫോർ ഇൻ യൂസ് ചെയ്യുന്ന നേരത്ത് കൊടുക്കാനുള്ളത് നമ്മൾ എന്ത് ഇൻഡെക്സ് ചെയ്ത് കൊടുത്താൽ മാത്രമേ വാല്യൂ ആയിട്ട് വരത്തുള്ളൂ. അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായിട്ട് വരത്തുള്ളൂ? അതിന്റെ ഇൻഡെക്സ് പൊസിഷൻ മാത്രമേ ഐ റിട്ടേൺ ചെയ്യത്തുള്ളൂ. ഇന്ന് കൊടുക്കാൻ നേരത്ത് ഐ റിട്ടേൺ ചെയ്യണത് ആ അറേയുടെ ഇൻഡെക്സ് പൊസിഷൻ ആയിരിക്കും. ഓഫിന്റെ അകത്ത് ഐ റിട്ടേൺ ചെയ്യണത് ആ അറേക്കകത്ത് ഇരിക്കുന്ന വാല്യൂസിനായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. പിന്നെ അടുത്തുള്ളതാണ് ഫോർ ഈച്ച് എന്ന് പറഞ്ഞൊരു മെത്തേഡ്. ഇതൊരു ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ കാൾ ബാക്ക് ഫംഗ്ഷൻ യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യണം? ഡാറ്റ റിട്ടേൺ ചെയ്തത്. കാൾ ബാക്ക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷന്റെ അകത്ത് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന്റെ അകത്ത് എന്ത് ചെയ്യും? നമ്മളൊരു ഫംഗ്ഷൻ എഴുതി കൊടുക്കും. അതിനാണ് കാൾ ബാക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളൊരു ഫംഗ്ഷൻ നെയിം പാസ് ചെയ്ത് കൊടുക്കാം. ഇതുകൊണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇതുപോലെ എഴുതാം. ഈക്വൽ ടു ആരോ ലോഗ് ഡോട്ട് ഐ എന്ന് കൊടുത്താലും വാല്യൂ കിട്ടും. അയ്യോ, ഓക്കെ. ഈ ഒരു ഫോർമാറ്റിൽ എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? വാല്യൂസ് കിട്ടും. അപ്പൊ ഇത്രയുള്ള അറേയും അറേക്കകത്തുള്ള മെത്തേഡും അറേനെ വിളിക്കുന്ന രീതിയും.